നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു കയ്പ്പയ്ക്ക, ഇന്നലെ ഒരു കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചു. ഇന്ന് ഈ കയ്പ്പയ്ക്ക കൊണ്ട് ഒരു തീയൽ വയ്ക്കാം. കയ്പ്പയ്ക്ക തീയൽ. കയ്പ്പയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കുരു കളയാം, ചോറൊന്നും കളയണ്ട. അരിയാട്ടോ, കനം കുറച്ചിട്ട്. നാളികേരം ഒരു മുറി വേണം കേട്ടോ ജയശ്രീ. നമ്മളിപ്പോൾ കയ്പ്പയ്ക്ക ഒരെണ്ണം ചെറുതായിട്ട് കനം കുറച്ച് നുറുക്കി വെച്ചു. രണ്ടാക്കി പൊളിച്ചിട്ട് നുറുക്കിയത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ 2 പച്ചമുളക്, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി, കറിവേപ്പില. തീ കത്തിച്ച് പാൻ വെച്ചു. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കയ്പ്പയ്ക്ക ഇടാം. കയ്പ്പയ്ക്ക നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനോടൊപ്പം നമുക്കിടുന്നത് 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതിടാം. കറിവേപ്പില കുറച്ച് അതിടാം. പിന്നെ ഉള്ളിയാണ്, ഒരു 10-20 ഉള്ളി ഉണ്ട് കേട്ടോ. തീയലിന് ഉള്ളി നന്നായിട്ട് വേണം. അത് ചെറിയ ഉള്ളിയാണ് സ്വാദ് കൂടുക, സവാള ഇല്ല കേട്ടോ. ചെറിയ ഉള്ളി കിട്ടാത്ത ആൾക്കാർ നിവർത്തിയില്ല, അപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞിടാം. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ രണ്ടും. ഒരിത്തിരി ഉപ്പിടാം, റോക്ക് സോൾട്ട് തന്നെയാണ് കേട്ടോ. കയ്പ്പയ്ക്കയിലേക്കും ഉള്ളിയിലേക്കും ആവശ്യമായ ഉപ്പ് ഇട്ടു. ഇത് രണ്ടും പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് എപ്പോഴും ഉപ്പിടണം നല്ലതാണെന്നല്ലേ പറയുക. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഉപ്പിട്ടത്. പിന്നെ കയ്പ്പയ്ക്കയിലൊക്കെ പിടിച്ചോളും ഉപ്പ്. കയ്പ്പയ്ക്കയും ഉള്ളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വച്ചേക്കണത്. ഞാൻ ചെറിയ അടുപ്പത്താണ് വച്ചേക്കണത്. നമുക്കിതിലേക്ക് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചില കൊത്തൊക്കെ ഉണ്ട്, ആ കൊത്തൊക്കെ ഒന്ന് ഒരുപോലെ ആവാനായിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. ബാക്കടിക്കാം. അതിൽ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒരേപോലെയാവും. കൊത്തുണ്ടെങ്കിൽ വറക്കുമ്പോൾ ഉണങ്ങാൻ താമസമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനതൊന്നും അങ്ങനെ അടിച്ചെടുത്തത്. അങ്ങനെയാണ് ചെയ്യുക, അത്ര പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതിവിടേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് കേട്ടോ. ഇത് വറക്കാം. നാളികേരം വറക്കാം കേട്ടോ. ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ചോക്കെ വറക്കണേ, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നല്ല ഒരു ചുമന്ന കളറാവണ വരെ ഒന്ന് വഴറ്റണം. അതൊരു പതുക്കാൻ അങ്ങനെ ആവട്ടെ. തീ കുറച്ചിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ. നമുക്ക് ഇത് വറക്കാം. നാളികേരം ഇടാം.
വെക്കാട്ടാ, നാളെ വരാം. കറിവേപ്പില ഇടാം. ഇപ്പം അത് ഒലർന്ന് തുടങ്ങി കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞപ്പോൾ ഒലർന്ന് തുടങ്ങി. ഇതാ ചുവപ്പ് നിറായിക്കൊണ്ടിരിക്കണു. ഒന്നുകൂടി ചോക്കണം. പുളി ഉറുമ്പിൻ്റെ നിറം നന്നായിട്ട് ചുവപ്പ് നിറാവണം. വേഗം വേഗാവും. ഒന്നൊതുക്കി. അപ്പോൾ പിരിവിരുന്നിനെ കണ്ട, പിരിവിരുന്നിനായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തരിയില്ല, എല്ലാവരും പോലെ. അപ്പോൾ വറവ് ഒരുപോലെ ഉത്ര, അല്ലെങ്കിൽ വലിയ കട്ടകൾക്ക് ആ വറവാവാണ്ടി വെളുത്ത് നിറയിരിക്കും. അല്ലെ ചുവപ്പ് നിറായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഒന്നുകൂടെ ആവണം അല്ലേ? ഇളക്കുമൊന്ന് ഞാൻ എനിക്ക് ഇതൊക്കെ എടുക്കട്ടെ. മല്ലിപ്പൊടി, മുളക് പൊടി, നിറം വേഗം വേഗം വരുന്നുണ്ട് കേട്ടാ. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണേ, ഇതുപോലെ വറക്കണേ. ഇത് നല്ല നിറമായി കണ്ടോ. തീ കുറച്ചോളൂ, തീ കുറച്ചോളൂ, അല്ലെങ്കിൽ പൊടി ഇടുമ്പോൾ കരിയും. നന്നായിട്ട് കുറച്ചോളൂ കേട്ടോ. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു സ്പൂണ് മുളക് പൊടി, ഇടാം. മറ്റേ മുളക് പൊടിയാണ് എരിവ് കുറച്ചുള്ളതേ. മല്ലിപ്പൊടി 2 സ്പൂൺ ഇടാം. നന്നായിട്ട് ഇളക്കി പോകണം. മതിയാവില്ലേ? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. ഓഫാക്കിക്കോളൂ. ചൂടാറുണ്ട് ഇനി അരക്കണമെങ്കിൽ പകർത്താൻ വേണമെങ്കിൽ പ്ലേറ്റിലേക്ക്. ഇപ്പോൾ ചൂടാറും വേഗം, അല്ലെങ്കിൽ ഒന്നും ചൂടാറില്ല. അത്രയും നല്ല ഇതാണ്. കണ്ടോ, നന്നായിട്ട് വറവായിട്ടുണ്ട്, നല്ല കളറുണ്ട്. ഇനി നമുക്ക് ചൂടാറട്ടെ, എന്നിട്ട് അരയ്ക്കാനായിട്ട്. നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുക്കാം. ചൂടാറിയുണ്ട്, അരയ്ക്കാം. ഒട്ടും വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒട്ടും തന്നെ വേണ്ട. ഒരു ഒട്ടും കണ്ടോ, ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ? അമ്മേ ബെസ്റ്റ്. ഇങ്ങനെയാണ് തീയല്ലിക്ക് അരയ്ക്കേണ്ടത്. ഈ വെള്ളം ഇങ്ങോട്ട് കിട്ടാനാട്ടോ, മുളകൊക്കെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇത് പുളി, അടുപ്പത്തേക്ക് നമ്മളുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. കയ്പ്പയ്ക്ക, ഉള്ളിയൊക്കെ നന്നായിട്ട് വറുത്ത പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വയ്ക്കാം. പിന്നെ ചൂടുണ്ടാമേ. പുളി ആദ്യം ഒഴിക്കാം കേട്ടോ. പുളി ഒഴിക്കാം. അയ്യോ, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒഴിച്ചു. എന്നിട്ട് അതിലുണ്ട് അല്ലേ. ഇനി വേണമെങ്കിൽ പുളി ഒഴിക്കാം, അത്ര കൂടി. പുളി ഒഴിച്ചിട്ട് ബെസ്റ്റായിട്ട് തിളയ്ക്കണം. തിളച്ച് വേവണം, പുളി വേവണം. പിന്നെ കഷ്ണത്തിൽ പുളിയൊക്കെ പിടിക്കണമല്ലോ, അതും. ഉപ്പ് കുറച്ചും കൂടി ഇടാം കേട്ടോ. പുളി ഒഴിച്ചപ്പോഴേ ഉപ്പ് കുറവായി. നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് ഈ അരച്ചത് ഒഴിക്കാം. ഇപ്പോൾ ദാ കണ്ടോ, തിളച്ചു. നമുക്കതിലേക്ക്
ഒഴിക്കാം. അരച്ചത് വെളിച്ചെണ്ണ തന്നെയാണ്. നാളികേരം വറുത്തരച്ച അല്ല വെളിച്ചെണ്ണ തന്നെയാണ്. ഇപ്പുറത്തേക്ക് എടുത്തതല്ലേ കാണുള്ളൂ. ഞാൻ നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് വറുത്തിടാം. ഈ ഇതിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കും ഈ കറിയിൽ. നമ്മൾ അരച്ച എല്ലാം ഇതിൽ ചേർത്തു. നന്നായിട്ട് തിളച്ചു കുറുകി. ഇത് വാങ്ങി വെക്കാം. ഇനി ഇത് ഒന്നുകൂടി വറ്റും. ഉപ്പ് നോക്കണ്ടേ? നോക്കട്ടെ ഞാൻ ഉപ്പ് പുളിയൊക്കെ. ഉപ്പ് ലേശം വേണോ? എന്ത് രസമല്ലേ, അടിപൊളിയുണ്ട്. പുളിയില്ലേ? പുളിയുണ്ട്. ഇത്തിരി ഉപ്പും കൂടി ഇടാം കേട്ടോ, അധികം ഇടണ്ട. അപ്പം നമ്മളുടെ കയ്പ്പക്കയുടെ ഒരു കയ്പ്പ് പോലും ഇല്ല അല്ലേ ജയശ്രീ? അപ്പം കയ്പ്പില്ലാണ്ട് കയ്പ്പക്ക കൊണ്ട് ഞാനിതാ വാങ്ങി വെക്കാം കേട്ടോ. അമ്പോ വെച്ചു. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ, കടുകിടാം. കടുകിട്ടു. നന്നായിട്ട് കടുകൊക്കെ ഇടാം കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2 വറ്റൽ മുളക് പൊട്ടിച്ചിടാം. വറ്റൽ മുളക് പൊട്ടിച്ചിട്ടു. തീ ഓഫാക്കി, അല്ലെങ്കിൽ കത്ത് പിടിക്കും. അതുകൊണ്ട് കറിവേപ്പിലിട്ടു. ഇനി നമ്മുടെ ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. അത്ര ഉള്ള പണി. യെസ്. അടിപൊളി കറി കണ്ട. ഓ അങ്ങനെ പൊളിച്ച അടിപൊളിയാണത്. ഇത് 2 ദിവസം 3 ദിവസമൊക്കെ പുറത്തിരുന്നാലും ഒരു കുഴപ്പമില്ല. കാരണം ഒട്ടും വെള്ളമില്ല, എണ്ണ തന്നെയാണ്. പിന്നെ വറുത്തതാണ്. ഈ മുളകും മല്ലിയും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ വറുത്തുണ്ടാക്കിയതാണ്. സൂപ്പർ ഒരു കൂട്ടാനാണ്, നമ്മുടെ കൂട്ടാനാണ്. അടിപൊളി. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കൂട്ടത്, ഒന്നും ചെയ്യണ്ട, പുറത്തിരിക്കും. നമ്മളിതുപോലെ വത്തക്കുളമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതും. ഇഷ്ടമായോ? ലൈക്ക് ചെയ്യൂ. ഓക്കെ.